വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു പത്തിരി ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉപ്പ് ലേശം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മുടെ നല്ല വറുത്ത പൊടിയാണ്, അരിപ്പൊടിയാണ്. നമ്മുടെ ഇടിയപ്പത്തിനും ഒക്കെ ഉണ്ടാക്കാൻ പത്തിരിക്കൊക്കെ ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട്. അപ്പോൾ ആ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിലോട്ട് ഒഴിച്ച് പാകത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണേ. ഞാനിവിടെ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഒരു ചോറ്റുപാത്രത്തിൽ വെക്കുന്ന അതിൻ്റെ പകുതി മാത്രമേ, ചെറിയൊരു ചോറ്റുപാത്രത്തിൻ്റെ പകുതി വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ അരിപ്പൊടി വിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൊടി ഇടാവുള്ളൂ. അപ്പോൾ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണേ. എന്നിട്ട് നമ്മൾ പെട്ടെന്നൊന്നും തീയൊന്നും ഓഫ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ അടിയൊന്നും പിടിക്കത്തൊന്നുമില്ല. നമ്മൾ അടി കട്ടിയുള്ള പാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കുഴച്ച് നമുക്ക് എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ടാണ് നമ്മൾ നന്നായിട്ട് കുഴച്ച് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നമുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ തൊടാതെ കുഴച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കുക. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു വിധത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് പണിയാണ്, നന്നായിട്ട് തന്നെ കുഴച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കൈ വിടാതെ എടുത്ത് കുഴച്ച് നല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഉണ്ടയാക്കി എടുത്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഴയ്ക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ പത്തിരി എത്രയും ടേസ്റ്റ് ആകുന്നതും സോഫ്റ്റ് ആകുന്നതും ഒക്കെ നമ്മുടെ ഈ കുഴ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് ചെറിയ ബോളാക്കി എടുക്കാം. ബോളാക്കി എടുത്തിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ചെറിയ ബോളായിട്ട് എടുക്കണമെങ്കിലും വലിയ ബോളായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും. അപ്പോൾ വലിയ പത്തിരി വേണമെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം വലിയ ബോളായിട്ട് എടുക്കുക. ചെറിയ പത്തിരി മതിയെങ്കിൽ ചെറിയ ബോളായിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മുടെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലൊന്നും ഇത് പരത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അമർത്തി പരത്തിയാൽ നമ്മുടെ പത്തിരിയൊക്കെ ആകെ കുളവായി പോകും. അപ്പോൾ ഞാനിവിടെ പയ്യ രീതിയിൽ ചെറുതായിട്ട് പരത്തിയെടുക്കുവാണ്. അധികം കനം കൊടുക്കാതെ പരത്തിയെടുത്തിട്ട് നമ്മുടെ ഒരു പാത്രം വെച്ച് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പം അപ്പോഴത്തേക്കും നമുക്ക് ഷേപ്പിന് കിട്ടുമല്ലോ പത്തിരി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരി. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കുക, പയ്യെ പരത്തിയെടുക്കുക, അമർത്തി പിടിച്ച് പരത്താതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നന്നായിട്ട് കുഴയ്ക്കുക. ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്ന പത്തിരി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇത്രയും നന്നായിട്ട് പത്തിരി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ പത്തിരി. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ചുടുമ്പോഴും നമ്മൾ ഏത് പാത്രത്തിലാണോ ചുട്ടെടുക്കുന്നത് ആ പാത്രം നമ്മൾ തുടച്ചിട്ട് വേണം നമ്മളെപ്പോഴും അടുത്ത പത്തിരി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഓരോ പത്തിരിയായിട്ടൊന്ന് ചുട്ടെടുക്കാം.
അപ്പം നമ്മുടെ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ലെയറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കണ്ടോ, കാണാൻ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല അടിപൊളി പത്തിരിയാണെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടാറ്റാ.